2015 ഇറങ്ങിയ ഒരു സയൻസ് ഫിക്ഷൻ സിനിമയാണ് ഫ്ലൈറ്റ് വേൾഡ് വാർ 2. ഒരു വിമാനം ടൈം ട്രാവൽ ചെയ്ത് രണ്ടാം ലോക മഹായുദ്ധകാലത്തിൽ പോയി കുടുങ്ങുന്നതും അവിടെ നിന്നും അവർ തിരികെ വരാൻ ശ്രമിക്കുന്നതുമൊക്കെയാണ് സിനിമയുടെ ഇതിവൃത്തം. ഡല്ലാസിൽ നിന്നും ലണ്ടനിലോട്ട് പോകുന്ന IA-42 എന്ന വിമാനത്തിന്റെ ദൃശ്യത്തോടെയാണ് സിനിമ തുടങ്ങുന്നത്. ക്യാപ്റ്റൻ വില്യമാണ് വിമാനത്തിന്റെ പ്രധാന പൈലറ്റ്. കോ പൈലറ്റ് ആയിട്ട് ഡാനിയേലുമുണ്ട്. ഇനിയും 7 മണിക്കൂറുകൾ കൊണ്ട് ലണ്ടനിലെത്തുമെന്നും കാലാവസ്ഥകളൊക്കെ കൃത്യമായതിനാൽ യാത്രയിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല എന്നും വില്യം യാത്രക്കാരെ അറിയിച്ചു. വില്യം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പൈലറ്റാണ്. കുറച്ചു ദൂരം പോയപ്പോൾ വിമാനത്തിൽ വിചിത്രമായിട്ട് എന്തോ സംഭവിക്കുന്നതായിട്ട് തോന്നി. ഡിസ്പ്ലേകളൊക്കെ വെട്ടുന്നത് കണ്ടപ്പോൾ പ്ലെയിനിൽ എന്തെങ്കിലും തകരാറ് സംഭവിച്ചു കാണുമെന്ന് ഭയന്ന ക്യാപ്റ്റൻ പെട്ടെന്ന് കൺട്രോൾ റൂമിനെ കോൺടാക്ട് ചെയ്തു. എന്നാൽ വിമാനത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ലെന്നും ആകാശം വളരെ ക്ലിയർ ആണെന്നും കൺട്രോൾ റൂം ക്യാപ്റ്റൻ ഉറപ്പുകൊടുത്തു. അത് കേട്ടപ്പോൾ പൈലറ്റുകൾക്ക് ആശ്വാസമായി. പക്ഷേ വീണ്ടും കുറച്ചു ദൂരം കഴിഞ്ഞതും മുന്നിൽ വലിയൊരു കൊടുങ്കാറ്റ് രൂപം കൊള്ളുന്നത് കണ്ടു. ക്യാപ്റ്റൻ പെട്ടെന്ന് വീണ്ടും കൺട്രോൾ റൂമിനെ വിളിച്ചു. അപ്പോൾ ഈ കൊടുങ്കാറ്റ് പെട്ടെന്നുണ്ടായതാണെന്ന് കൺട്രോൾ റൂമിലെ അധികൃതർ പറഞ്ഞു. അപ്പോഴേക്കും അവരൊരുപാട് അടുത്തെത്തിയിരുന്നു. അതുകൊണ്ട് ഇനി വിമാനം തിരിക്കാൻ കഴിയില്ല. ഉടനെ എല്ലാവരും സീറ്റ് ബെൽറ്റുകളൊക്കെ ധരിച്ച് സുരക്ഷിതരായിട്ടിരിക്കാൻ ക്യാപ്റ്റൻ പാസഞ്ചേഴ്സിനോട് പറഞ്ഞു. എന്നിട്ട് രണ്ടും കൽപ്പിച്ച് കൊടുങ്കാറ്റിലൂടെ പറന്ന് മുന്നോട്ട് പോകാൻ ക്യാപ്റ്റൻ തീരുമാനിച്ചു. മുന്നിൽ വലിയൊരു ഗുഹ പോലത്തെ മേഘമുണ്ടായിരുന്നു. അതിലൂടെ പ്ലെയിൻ മുന്നിലോട്ട് പോയി. പ്ലെയിൻ മുഴുവൻ ശക്തമായിട്ട് കുലുങ്ങുന്നത് കണ്ടപ്പോൾ എല്ലാവരും ശരിക്കും പേടിച്ചു. ഭാഗ്യത്തിന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ലാതെ മേഘങ്ങളെ മറികടന്ന് മറുവശത്തിലെത്തി. എന്നാൽ മറുവശത്തിലെത്തിയപ്പോൾ പെട്ടെന്ന് രാത്രിയായതുപോലെ മുഴുവൻ ഇരുട്ടായിരിക്കുന്നു. എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ പൈലറ്റുകൾ ആകെ അമ്പരന്ന് പോയി. അതുമാത്രമല്ല, ഇപ്പോൾ സിഗ്നലുകൾ ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് കൺട്രോൾ റൂമുമായിട്ടുള്ള സകല കമ്മ്യൂണിക്കേഷൻസും നഷ്ടമായിരിക്കുന്നു. ആകെ റേഡാർ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. ഒരുപക്ഷെ ഇത് ഇടിമിന്നൽ കാരണം സംഭവിച്ച താൽക്കാലികമായ പ്രശ്നമായിരിക്കുമെന്ന് കരുതി. പക്ഷെ എങ്കിലും എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് രാത്രിയായതെന്ന് അവർക്ക് മനസ്സിലായില്ല. വീണ്ടും അരമണിക്കൂറോളം പറന്നിട്ടും റേഡാറിൽ വേറെ ഒരൊറ്റ വിമാനത്തിനെ പോലും കാണാത്തതിനാൽ മറ്റ് വിമാനങ്ങളൊക്കെ എവിടെ പോയെന്ന് ക്യാപ്റ്റൻ സംശയിച്ചു. കുറച്ചുകൂടെ താഴോട്ട് പോയാൽ സിഗ്നൽ കിട്ടുമായിരിക്കുമെന്ന് കരുതി അവർ പ്ലെയിനെ താഴോട്ട് കൊണ്ടുപോയി. അപ്പോൾ റേഡാറിൽ എന്തോ തെളിഞ്ഞു വന്നു. അത് കണ്ടപ്പോൾ ആദ്യം ക്യാപ്റ്റൻ സന്തോഷിച്ചു. എന്നാൽ അത് സാധാരണ വിമാനമല്ലെന്ന് ഡാനിയേൽ മുന്നറിയിപ്പ് കൊടുത്തു. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും ഒരുപാട് യുദ്ധവിമാനങ്ങൾ ഒരു സിറ്റിയെ ആക്രമിക്കുന്നത് കാണാനിടയായി. അവരേതോ യുദ്ധസ്ഥലത്തിലാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. അതൊക്കെ കണ്ടപ്പോൾ യാത്രക്കാരെല്ലാം ശരിക്കും ഭയന്നുപോയി. അപ്പോൾ ഫ്ലൈറ്റ് അറ്റൻഡന്റ് വന്ന് ഒരു കുഴപ്പവും ഉണ്ടാകില്ലെന്ന് പറഞ്ഞ് എല്ലാവരെയും സമാധാനപ്പെടുത്തി. യാത്രക്കാരെ പോലെ പൈലറ്റ്സും ആകെ പരിഭ്രാന്തരായി. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഒരു കൂട്ടം ഫൈറ്റർ പ്ലെയിനുകൾ വന്ന് അവർക്ക് ചുറ്റും വളഞ്ഞു. പൈലറ്റ്സ് പെട്ടെന്ന് പ്ലെയിനെ വീണ്ടും മുകളിലേക്ക് കൊണ്ടുപോയി. റാഡാർ ഉള്ളതുകൊണ്ട് ഫൈറ്റർ പ്ലെയിൻസ് പിന്തുടരുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനും കഴിയുന്നുണ്ട്. യാത്രക്കാരെല്ലാം ഓരോ നിമിഷവും കൂടുതൽ ഭയചകിതരാവുകയാണ്. അവരെ സമാധാനപ്പെടുത്താൻ ഫ്ലൈറ്റ് അറ്റൻഡൻസ് പരമാവധി ശ്രമിക്കുന്നുണ്ട്. ക്യാപ്റ്റൻ പലതവണ കൺട്രോൾ റൂമുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കി. പക്ഷെ ഒരു പ്രയോജനവുമില്ല. ഇതേത് സ്ഥലമാണെന്ന് പോലും അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ലൊക്കേഷൻ അറിയാതെ ഈ വിമാനം പറത്താനാകില്ല. വീണ്ടും താഴോട്ടിറങ്ങാൻ ക്യാപ്റ്റൻ തീരുമാനിച്ചു. യുദ്ധം നടക്കുന്നത് കൊണ്ട് താഴോട്ടിറങ്ങുന്നത് അപകടമാണെന്ന് ഡാനിയേൽ മുന്നറിയിപ്പ് നൽകി. പക്ഷേ വിമാനത്തിന്റെ ഇന്ധനം അധികം വൈകാതെ തീരും. അതിനു മുന്നേ എവിടെയെങ്കിലും ലാൻഡ് ചെയ്തേ പറ്റൂവെന്ന് ക്യാപ്റ്റൻ പറഞ്ഞു. അങ്ങനെ അവർ വീണ്ടും താഴോട്ട് പോയി. ഈ സമയം ഇതേത് സ്ഥലമാണെന്നും ഏത് കാലമാണെന്നും യാത്രക്കാരിൽ 2 പേര് കണക്കുകൂട്ടി. അവർ ഹിസ്റ്റോറിയൻസ് ആയിരുന്നു. കാര്യം മനസ്സിലായപ്പോൾ അവർ പെട്ടെന്ന് കോക്പിറ്റിലേക്ക് അതിക്രമിച്ചു കയറി പൈലറ്റ്സിനെ വിവരമറിയിച്ചു. നമ്മൾ കണ്ട ഫൈറ്റർ പ്ലെയിൻസ് ഒക്കെ പണ്ട് നാസികൾ ഉപയോഗിച്ചിരുന്ന പ്ലെയിൻസ് ആണെന്നും 1945 ശേഷം ഇത് നിർമ്മിച്ചിട്ടില്ലെന്നും ഹിസ്റ്റോറിയൻസ് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഇവന്മാരെന്തോ മണ്ടത്തരം വിളിച്ചു പറയുകയാണെന്നാണ് ആദ്യം ക്യാപ്റ്റൻ കരുതിയത്. പക്ഷേ ചിന്തിച്ചപ്പോൾ അവർ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് തോന്നി. ഹിസ്റ്റോറിയൻസ് വീണ്ടും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തു. ഇപ്പോൾ നമ്മൾ എങ്ങനെയോ ടൈം ട്രാവൽ ചെയ്ത് 1940 വന്നിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ അധികം റേഡിയോ ടവേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് പ്ലെയിൻസിന് സിഗ്നൽ ഒന്നും കിട്ടാത്തത്. കുറച്ചു നേരത്തെ നമ്മൾ കണ്ട യുദ്ധം 1940 നാസികൾ സെയിന്റ് അസൈറിൽ നടത്തിയ ആക്രമണമാണ്. ഇതൊക്കെ കേട്ടപ്പോൾ ക്യാപ്റ്റൻ ആകെ കൺഫ്യൂസ്ഡ് ആയി. ഇതൊക്കെ അസാധ്യമായ കാര്യങ്ങളാണെന്നും കൂടുതൽ മണ്ടത്തരങ്ങൾ പറയാതെ പോയി സീറ്റിലിരിക്കാനും ക്യാപ്റ്റൻ ഹിസ്റ്റോറിയൻസിനോട് പറഞ്ഞു. ഒപ്പം ഇതൊക്കെ പറഞ്ഞ് യാത്രക്കാരെ കൂടുതൽ പരിഭ്രാന്തരാക്കരുതെന്നും ക്യാപ്റ്റൻ അവരെ ഓർമ്മപ്പെടുത്തി. ശേഷം സിഗ്നൽ കിട്ടാൻ വേണ്ടി വീണ്ടും പൈലറ്റ്സ് വിമാനത്തിനെ താഴോട്ട് കൊണ്ടുപോയി. അപ്പോൾ ഭാഗ്യത്തിന് ഒരു ബ്രിട്ടീഷുകാരനുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റി. നൈജൽ എന്നാണ് അവന്റെ പേര്. അവൻ നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു.
എല്ലാ വിവരങ്ങളും ക്യാപ്റ്റൻ നൈജലിന് പറഞ്ഞുകൊടുത്തു. എത്രയും വേഗം ഞങ്ങളെ ലാൻഡ് ചെയ്യാൻ സഹായിക്കണമെന്നും ക്യാപ്റ്റൻ അപേക്ഷിച്ചു. പക്ഷേ നൈജലിന് അവരെ സംശയമാണ്. ഇത്രയും ഉയരത്തിലൂടെ പറക്കുന്ന ഒരു വിമാനത്തിന് റേഡിയോ സിഗ്നൽസ് പിടിച്ചെടുക്കാൻ കഴിയില്ല എന്നാണ് നൈജൽ പറയുന്നത്. അത് ശരിയുമാണ്. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ ടെക്നോളജി അത്രയും പുരോഗമിച്ചിട്ടുണ്ടായിരുന്നില്ല. സംശയം തോന്നിയ ക്യാപ്റ്റൻ ഇന്നത്തെ ഡേറ്റ് എത്രയാണെന്ന് നൈജലിനോട് ചോദിച്ചു. അപ്പോൾ ഇന്ന് 1940 ജൂൺ 17 നൈജൽ മറുപടി നൽകി. അത് കേട്ട പൈലറ്റ്സ് ശരിക്കും ഞെട്ടിപ്പോയി. നേരത്തെ ഹിസ്റ്റോറിയൻസ് പറഞ്ഞതൊക്കെ ശരിയായിരുന്നുവെന്ന് അത്ഭുതത്തോടെ അവർ തിരിച്ചറിഞ്ഞു. ഇവർ വിമാനത്തിൽ ഒന്നുമല്ലെന്നും ഏതോ ജർമ്മൻ സ്പൈകളാണെന്നുമാണ് നൈജൽ കരുതുന്നത്. അതുകൊണ്ട് വേറെ നിവർത്തിയില്ലാതെ ക്യാപ്റ്റൻ ഹിസ്റ്റോറിയൻസിനെ വിളിച്ചു. എന്നിട്ട് നൈജലിനോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറഞ്ഞു. അവർ നൈജലിനോട് സംസാരിക്കുന്നതിനിടയിൽ ഞങ്ങൾ കുറച്ചു നേരത്തെ ലാൻകാസ്ട്രിയ കപ്പൽ മുങ്ങിയ സ്ഥലം കടന്നുപോയെന്ന് ഹിസ്റ്റോറിയൻസ് പറഞ്ഞു. അത് കേട്ടപ്പോൾ നൈജൽ കൺഫ്യൂസ്ഡായി. കാരണം കുറച്ചു നേരം മുന്നേ വരെയും അത് സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഹിസ്റ്റോറിയൻസ് പറയുന്നത് ശരിയാണോ എന്ന് അന്വേഷിക്കാൻ നൈജൽ ഒരു സീനിയർ ഓഫീസറിന്റെ പക്കലേക്ക് പോയി. ഈ സമയം ഹിസ്റ്റോറിയൻസും പൈലറ്റ്സും സംസാരിക്കുന്നത് കോക്പിറ്റിന് പുറത്തു നിന്ന് ഒരു കഴുത കേട്ടു. ഇതുപോലെയുള്ള ഒട്ടുമിക്ക സിനിമകളിലും പ്രശ്നങ്ങൾക്കിടയിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ചില കഴുതകൾ കാണും. ഇവൻ അങ്ങനെ ഒരു കഴുതയാണ്. നമ്മൾ എങ്ങനെയോ 1940 എത്തിയിരിക്കുന്നുവെന്നും ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ഹിറ്റ്ലറിനെ ഇല്ലാതാക്കാൻ കഴിയുമെന്നും ഈ കഴുത യാത്രക്കാരോട് പറഞ്ഞു. യാത്രക്കാരൊന്നും അവനെ വിശ്വസിച്ചില്ല. പക്ഷേ അവനെ കൂടാതെ വേറെയും ചില കഴുതകൾ യാത്രക്കാരിൽ ഉണ്ടായിരുന്നു. നമുക്ക് കോക്പിറ്റിൽ കയറി പ്ലെയിനിനെ ക്രാഷ് ലാൻഡിംഗ് ചെയ്യിക്കാമെന്ന് കഴുത ഗ്യാങ് പദ്ധതിയിട്ടു. ഭാഗ്യത്തിന് യാത്രക്കാരിൽ കുറച്ച് US സോൾജേഴ്സും ഉണ്ടായിരുന്നു. അവര് വന്ന് കഴുത ഗ്യാങ്ങിനെ ഇടിച്ച് എച്ചിലാക്കി. ഇടയ്ക്ക് ഫ്ലൈറ്റ് അറ്റൻഡന്റും വന്ന് കഴുത ഗ്യാങ്ങിനെ ഇടിച്ചു. കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ അവരെ കൊണ്ട് സീറ്റിൽ കെട്ടിയിട്ടു. ഈ സമയം നൈജൽ പൈലറ്റ്സിനെ കോണ്ടാക്ട് ചെയ്തു. എന്നിട്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞത് ശരിയായിരുന്നുവെന്നും നിങ്ങൾ തന്ന ഇൻഫർമേഷൻ കാരണം ഞങ്ങൾക്ക് ഒരുപാട് പേരെ രക്ഷിക്കാൻ പറ്റിയെന്നും അറിയിച്ചു. അങ്ങനെ അവസാനം ക്യാപ്റ്റനെ സഹായിക്കാൻ നൈജൽ തീരുമാനിച്ചു. പക്ഷെ അതിന് വിമാനത്തിന്റെ കൃത്യമായ ലൊക്കേഷൻ അറിയണം. ക്യാപ്റ്റനും ഹിസ്റ്റോറിയൻസും ലൊക്കേഷൻ മനസ്സിലാക്കാൻ പരമാവധി ശ്രമിച്ചു. പക്ഷെ അവർ പരാജയപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ പ്ലെയിനിന്റെ ലൈറ്റ്സ് ഒക്കെ ഓൺ ചെയ്യാമെന്നും അങ്ങനെ നിങ്ങൾക്ക് ഞങ്ങളെ കാണാനാകുമെന്നും ഡാനിയൽ നൈജലിനോട് പറഞ്ഞു. എന്നാൽ ലൈറ്റുകളൊക്കെ ഓൺ ചെയ്തതും ജർമ്മൻസ് ആണ് അവരെ ആദ്യം കണ്ടത്. അധികം വൈകാതെ തന്നെ കുറെ ഫൈറ്റർ പ്ലെയിൻസ് അവരെ വളഞ്ഞു. അവർ പ്ലെയിനിനെ തുരുതുരാന്ന് വെടിവെക്കാൻ തുടങ്ങി. യാത്രക്കാരെല്ലാം പേടിച്ച് വിറച്ചു. ക്യാപ്റ്റൻ വളരെ ശ്രദ്ധാപൂർവം ഫൈറ്റർ പ്ലെയിൻസിൽ നിന്നും ഒഴിഞ്ഞുമാറി. എന്നിട്ട് പ്ലെയിനിനെ നേരെ പെട്ടെന്ന് കുത്തനെ താഴോട്ടിറക്കി. ഒടുവിൽ നിലം തൊടാറായതും വീണ്ടും പ്ലെയിനിനെ കുത്തനെ മുകളിലേക്ക് കൊണ്ടുപോയി. ജർമ്മൻസും പിന്നാലെ പോകാൻ ശ്രമിച്ചു. പക്ഷേ അന്നത്തെ ടെക്നോളജി അത്രത്തോളം അഡ്വാൻസ്ഡ് അല്ലാത്തതിനാൽ അവർക്ക് തിരിച്ചുയർന്നു പോകാനായില്ല. അങ്ങനെ ജർമ്മൻസിന്റെ ഫൈറ്റർ പ്ലെയിൻസ് ഒക്കെ നിലത്തു വന്നു വീണു. അങ്ങനെ ക്യാപ്റ്റനും കൂട്ടരും പ്ലെയിനും കൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷേ ഡാനിയലിന് പരിക്ക് പറ്റിയിരുന്നു. വിമാനത്തിലാണെങ്കിൽ നിറയെ ദ്വാരങ്ങളും വീണിട്ടുണ്ട്. ഒരു ഫ്ലൈറ്റ് അറ്റൻഡന്റ് വന്ന് ഡാനിയലിന് ഫസ്റ്റ് എയ്ഡ് നൽകി. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് എല്ലാവർക്കും സത്യാവസ്ഥകളൊക്കെ പറഞ്ഞു കൊടുക്കാമെന്ന് ക്യാപ്റ്റൻ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം യാത്രക്കാരോട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഒപ്പം പ്ലെയിനിന്റെ ലാൻഡിംഗ് ഗിയർ തകർന്നിരിക്കുന്നുവെന്നും അതിനു പുറമെ മറ്റ് തകരാറുകളൊക്കെ ഉണ്ടെന്നും അതൊക്കെ ശരിയാക്കാൻ നിങ്ങൾ ഞങ്ങളെ സഹായിക്കണമെന്നും ക്യാപ്റ്റൻ അറിയിച്ചു. 2 പേരൊഴികെ പേടി കാരണം വേറെ ആരും തന്നെ സഹായിക്കാൻ മുന്നോട്ട് വന്നില്ല. ടെറേസയും ഹെക്ടറുമാണ് മുന്നോട്ട് വന്നത്. ക്യാപ്റ്റനോടൊപ്പം അവർ 2 പേരും കൂടെ ലാൻഡിംഗ് ഗിയർ ശരിയാക്കാൻ പോയി. ടെറേസ ഒരു എഞ്ചിനീയർ ആണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവൾ പ്രശ്നം എന്താണെന്ന് കണ്ടുപിടിച്ചു. എന്നിട്ട് 3 പേരും കൂടെ അത് ശരിയാക്കാൻ തുടങ്ങി. എന്നാൽ എന്തോ ഒന്ന് കുടുങ്ങിക്കിടക്കുന്നത് കാരണം ലാൻഡിംഗ് ഗിയർ ജാം ആയിരിക്കുകയാണ്. ആരെങ്കിലും താഴോട്ടിറങ്ങി അതിനെ എടുത്തു മാറ്റിയാലേ അത് ശരിയാക്കാൻ പറ്റൂ. ക്യാപ്റ്റൻ തന്നെ താഴെ ഇറങ്ങാമെന്ന് തീരുമാനിച്ചു. എന്നാൽ നിങ്ങൾക്ക് ആപത്തൊന്നും വരാൻ പാടില്ലെന്നും ഇത് ഞാൻ ചെയ്യാമെന്നും പറഞ്ഞ് ഹെക്ടർ താഴോട്ടിറങ്ങി. അങ്ങനെ ലാൻഡിംഗ് ഗിയർ ശരിയാക്കി. ശേഷം നൈജലുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി ക്യാപ്റ്റൻ വീണ്ടും പ്ലെയിനിനെ താഴോട്ടിറക്കി. ഇനി ആകെ 80 മിനിറ്റുകളുടെ ഇന്ധനം മാത്രമേ പ്ലെയിനിലുള്ളൂവെന്നും അതുകൊണ്ട് എത്രയും വേഗം ഞങ്ങളെ സഹായിക്കണമെന്നും ക്യാപ്റ്റൻ പറഞ്ഞു. അവർ സംസാരിക്കുന്നതിനിടയിൽ വീണ്ടും 2 ജർമ്മൻ ഫൈറ്റർ പ്ലെയിൻസ് വന്ന് പ്ലെയിനിനെ ആക്രമിച്ചു. ഇത്തവണ അവർ മിസൈൽസ് ഒക്കെ അയക്കുന്നുണ്ട്. അത് കാരണം പ്ലെയിനിന്റെ ജനാലകളൊക്കെ തകർന്നുപോയി. ക്യാപ്റ്റൻ റാഡാർ ഉപയോഗിച്ച് ഫൈറ്റർ പ്ലെയിൻസിന്റെ ലൊക്കേഷൻ മനസ്സിലാക്കുകയും വളരെ വിദഗ്ധമായിട്ട് വിമാനത്തിനെ പറത്തി 2 ഫൈറ്റർ പ്ലെയിൻസിനെയും തമ്മിൽ കൂട്ടിയിടിപ്പിക്കുകയും ചെയ്തു. താഴോട്ടിറങ്ങി വന്നാൽ തീർച്ചയായും ജർമ്മൻസ് നമ്മളെ കാണുമെന്ന് ഡാനിയലിന് ഉറപ്പായി. അതുകൊണ്ട് ഇനി താഴോട്ടിറങ്ങുന്നത് പ്രായോഗികമല്ല എന്ന് ഡാനിയൽ പറഞ്ഞു. എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചു എന്ന് വിചാരിച്ചപ്പോൾ ഹിസ്റ്റോറിയൻസിന് ഒരു ഐഡിയ തോന്നി. പ്ലെയിനിലെ റാഡാറിനെ ഇളക്കിയെടുത്ത് നൈജലിന് കൊടുത്താൽ അവന് നമ്മളെ കാണാൻ പറ്റും. അതിലൂടെ അവന് നമുക്ക് കൃത്യമായ വഴി പറഞ്ഞു തരാനും കഴിയും. ആദ്യമൊന്ന് മടിച്ചെങ്കിലും വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ട് ക്യാപ്റ്റൻ അങ്ങനെ തന്നെ ചെയ്യാമെന്ന് തീരുമാനിച്ചു. എന്നിട്ട് നൈജലിനെ വിളിച്ച് പദ്ധതി പറഞ്ഞുകൊടുത്തു. അവൻ സന്തോഷത്തോടെ അത് സമ്മതിച്ചു. ഒരു സ്ഥലം പറഞ്ഞിട്ട് അവിടെ എത്തുമ്പോൾ നമ്മൾ റാഡാറിനെ ഡ്രോപ്പ് ചെയ്യുമെന്ന് പൈലറ്റ് പറഞ്ഞു.
റാഡാർ ചെന്ന് നിലത്തി വീഴുമ്പോൾ അതിനൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി അവരതിനെ കുറെ തുണിയും പ്ലാസ്റ്റിക് കവറുകളും ഒക്കെ വെച്ച് പൊതിഞ്ഞു. എന്നിട്ട് നേരത്തെ പറഞ്ഞ സ്ഥലത്തിന് മുകളിലെത്തിയപ്പോൾ അവരതിനെ പ്ലെയിനിൽ നിന്നും പുറത്തേക്ക് എറിഞ്ഞു. നിർഭാഗ്യവശാൽ അതിനെ ആദ്യം കണ്ടെത്തിയത് നാസികളാണ്. എന്നാൽ ഉടൻ തന്നെ കുറെ ബ്രിട്ടീഷ് സോൾജേഴ്സ് അവിടെ എത്തി. അവർ നാസികളെയും കൊന്ന് റാഡാറിനെയും എടുത്ത് നേരെ നൈജലിന്റെ പക്കൽ പോയി. ഒട്ടും തന്നെ സമയം പാഴാക്കാതെ നൈജൽ റാഡാറെല്ലാം ക്രമീകരിച്ച ശേഷം അതിലൂടെ ജർമ്മൻസിന്റെ പിടിയിൽ അകപ്പെടാതെ പ്ലെയിനിനെ സുരക്ഷിതമായ സ്ഥലത്തിലേക്ക് നയിച്ചു. ഇനി എത്രയും വേഗം ലാൻഡ് ചെയ്യാനുള്ള ഒരു സ്ഥലവും കൂടെ കണ്ടെത്തി തരാൻ ക്യാപ്റ്റൻ നൈജലിനോട് പറഞ്ഞു. എന്നാൽ റാഡാറിൽ പെട്ടെന്നൊരു വലിയ വസ്തുവിനെ നൈജൽ കണ്ടു. അതെന്താണെന്ന് അവന് മനസ്സിലായില്ല. അത്ഭുതമെന്ന് പറയട്ടെ, അത് ആദ്യം കണ്ടതുപോലത്തെ ഒരു കൊടുങ്കാറ്റായിരുന്നു. അത് കണ്ടതും ക്യാപ്റ്റൻ പെട്ടെന്ന് വിമാനത്തിനെ അങ്ങോട്ടേക്ക് തിരിച്ചു. എന്നിട്ട് ചെയ്ത ഉപകാരങ്ങൾക്ക് നൈജലിനോട് നന്ദിയും ഒപ്പം ഗുഡ് ബൈയും പറഞ്ഞു. തൊട്ടു പിന്നാലെ എല്ലാവരും കരുതിയിരുന്നോളൂ, ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാമെന്ന് യാത്രക്കാരോടും പറഞ്ഞു. അങ്ങനെ ക്യാപ്റ്റൻ രണ്ടും കൽപ്പിച്ച് ഗുഹാമേഘത്തിലൂടെ പ്ലെയിൻ ഓടിച്ചു. ഭാഗ്യത്തിന് അവർ വിചാരിച്ചതുപോലെ വിമാനം ഇന്നത്തെ കാലത്തിൽ തന്നെ തിരിച്ചെത്തി. അവർ കൺട്രോൾ റൂമിനെ കോൺടാക്ട് ചെയ്തു. കൺട്രോൾ റൂം പെട്ടെന്ന് തന്നെ റൺവേ എല്ലാം ക്ലിയർ ആക്കി. അങ്ങനെ മണിക്കൂറുകളുടെ പ്രശ്നങ്ങൾക്കൊടുവിൽ വിമാനം നിലം തൊട്ടു. യാത്രക്കാരെല്ലാം ഒരുപാട് സന്തോഷിച്ചു. ഓരോരുത്തരായിട്ട് എല്ലാവരും വിമാനത്തിൽ നിന്നും പുറത്തിറങ്ങി. എന്നാൽ ഒരു വൃദ്ധൻ മാത്രം പുറത്തിറങ്ങിയില്ല. അദ്ദേഹം ഒരു പുസ്തകം എഴുതുകയായിരുന്നു. യൂറോപ്പിനെ രക്ഷിച്ച റാഡാർ സിസ്റ്റം എന്നായിരുന്നു ആ പുസ്തകത്തിന്റെ പേര്. അപ്പോഴാണ് ഈ വൃദ്ധൻ പണ്ടത്തെ നൈജൽ ആണെന്ന കാര്യം നമ്മൾ തിരിച്ചറിയുന്നത്. അതോടെ സിനിമ അവസാനിക്കുകയാണ്.